അയ്യോ നമ്മളിപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ വെലോസിറ്റി ട്രയാങ്കിൾസ് ഒന്നുകൂടി ഒന്ന് റിവിഷൻ നടത്തി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇവിടെ ഏറ്റവും കീ പോയിന്റ് ആയിട്ട് വരുന്ന കാര്യം, ഇൻലെറ്റ് ട്രയാങ്കിളിൽ ആൽഫയുടെ വാല്യൂ 90 ഡിഗ്രി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇതൊരു എപ്പോഴും ബാക്ക്വേർഡ് കേർഡ് ആയിട്ടുള്ള വെയിൻ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണെന്ന് കണ്ടെത്തുന്നത് നോക്കുക. ഒമേഗ വെലോസിറ്റിയിൽ വീല് റൊട്ടേറ്റ് ചെയ്യുന്ന ഇവിടെ ക്ലോക്ക് വൈസ് രീതിയിലാണ്. ഈ വെയിനിന്റെ ഷേപ്പ് കിടക്കുന്നത് റൈറ്റ് സൈഡിലേക്കുമാണ്. അതായത് ഈ ഒരു ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ ഇങ്ങോട്ടേക്കാണ് വെയിനിന്റെ ഷേപ്പ് കിടക്കുന്നത്. അപ്പൊ അത് ക്ലോക്ക് വൈസും ഒമേഗ ആന്റി ക്ലോക്ക് വൈസും ഇത് ഈ രീതിയിലുമാണ്. അതുകൊണ്ട് ഇതൊരു ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻ ആണ് എന്നുള്ള കാര്യം, അത് സെൻട്രിഫ്യൂഗൽ പമ്പിൽ എപ്പോഴും അതൊരു ബാക്ക്വേർഡ് കർവ്ഡ് ആയിട്ടുള്ള വെയിൻ ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്താൽ മതി. ഇനി ഇതിന് ഇൻലെറ്റ് ട്രയാങ്കിളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊരു ആൽഫ 90 ഡിഗ്രി വരുന്നതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ദാറ്റ് ഈസ് V1 ഇസിക്കൽ ഇത് ഇങ്ങനെ വരുന്നു. ഞാൻ നേരത്തെ വരച്ചപ്പോൾ ഇടത്ത സൈഡിലേക്ക് വരച്ചു. ഏത് രീതിയിൽ വേണമെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇത് തീറ്റയാണ്, ഇത് VR1 ആണ്, ഇത് ആൽഫ 90 ഡിഗ്രി ആണ്. ഇത് എന്ത് ആംഗിൾ ആയിരിക്കും? V1ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല, ദാറ്റ് ഈസ് VW1 0 ആണ്. ഇതൊരു കാര്യങ്ങൾ U1 എന്നുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U1 കണ്ടുപിടിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. U1 കണ്ടുപിടിക്കുന്നതിന്റെ ഫോർമുല നമുക്ക് അറിയാം. ദാറ്റ് ഈസ് U1 ഇസിക്കൽ ടു പൈ D1 N1 ദാറ്റ് ഈസ് എഴുതുകയാണ്. U1 ഇസിക്കൽ ടു പൈ ഇൻറ്റു D1 N/60 ഒരു ഫോർമുല ഉപയോഗിച്ച് U1 നമുക്ക് കണ്ടെത്താം. വേറെ D എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം, വീലിന്റെ ഡയമീറ്ററുകളാണ്. വീലിന്റെ ഔട്ടർ ഡയമീറ്റർ RU, ഇന്നർ ഡയമീറ്റർ R1. അപ്പോൾ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ആ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ U1ന്റെ വാല്യൂ നമുക്ക് ലഭിക്കും. ഇനി മറ്റു കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും V1ഉം ഇൻലെറ്റ് ട്രയാങ്കിൾ വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഇസിക്കൽ ടു VF1 തന്നെയാണ്. VW1 0 ആണ്. ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ടാൻ തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് V1 ഡിവൈഡഡ് ബൈ VR1 എന്നുള്ള വാല്യൂ കാര്യങ്ങൾ ആവശ്യത്തിൽ നമ്മുടെ പ്രോബ്ലത്തിൽ എന്താണ് തന്നിരിക്കുന്നത് ആ ഒരു കാര്യം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കണ്ടെത്തേണ്ടുന്ന കാര്യം VW2 U2 എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഔട്ടർ ട്രയാങ്കിളിലേക്കാണ് നമുക്ക് എത്തേണ്ടത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. ഇനി ഔട്ടർ ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും? ഇത് പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പൊ ഈ വെയിൻ ഈ ഡയറക്ഷനിലായതുകൊണ്ട് വെയിനിന്റെ ഡയറക്ഷനിലായിരിക്കും വെള്ളം ഇറങ്ങി പോകുന്നത്, ദാറ്റ് ഈസ് VR2. അതുകൊണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഇപ്പൊ വെയിനിന്റെ ഡയറക്ഷൻ അനുസരിച്ച് VR2 ഇങ്ങോട്ടേക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഒമേഗ വെലോസിറ്റിയിൽ വീല് തിരിയുന്നത് ഇങ്ങോട്ടേക്കാണ്. സോ ആ ഡയറക്ഷനിൽ നമ്മൾ എന്ത് കൊടുത്തു? V2ഉം കൊടുത്തു. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, ഈ വെക്ടർ എന്തായിട്ട് വന്നു? U2 ആയിട്ട് വന്നു. ഇനി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ V2ന് രണ്ട് കമ്പോണൻസ് ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ V2ന്റെ വെർട്ടിക്കൽ കമ്പോണൻസ് ദാറ്റ് ഈസ് VF2, ഈ ഒരു കമ്പോണന്റ് VW2. അപ്പോൾ ബാക്കിയുള്ള കമ്പോണന്റ് എന്ന് പറയുകയാണെങ്കിൽ U2 മൈനസ് VW2 ആയിട്ടും എടുക്കാം. ഇത് ഇത്രയാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെയും നമുക്ക് V2 ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണ്? ബീറ്റ ആയിട്ടും VR2 ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ ആയിട്ടും നമുക്ക് എടുക്കാം. അങ്ങനെ ടാൻ ഫൈ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അൺനോൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ കർവ്ഡ് ഇമ്പാക്ട് ജെറ്റിൽ നമ്മൾ കുറെ കർവ്ഡ് വെയിൻസിന്റെ ഒക്കെ വെലോസിറ്റി ട്രയാങ്കിൾ ഒക്കെ സോൾവ് ചെയ്യുന്ന കാര്യം പഠിച്ചു. അതേ കാര്യം തന്നെ നമുക്ക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ. പ്രോബ്ലം കണ്ടെത്തുമ്പോഴത്തേക്കും ചോദിക്കുന്ന കാര്യങ്ങളാണ് അടുത്ത സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ വെലോസിറ്റി ട്രയാങ്കിൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ ഉള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഒന്ന് ഓയിലേഴ്സ് ഹെഡിന്റെ ഇക്വേഷൻ. ഓയിലേഴ്സ് ഹെഡിന്റെ നമ്മൾ നേരത്തെ ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് V2 സ്ക്വയർ. ഇതിന് H ഈസിക്കൽ ടു ഓയിലേഴ്സ് ഹെഡ് ഈസിക്കൽ ടു V2 സ്ക്വയറിന്റെ ഡിഫറൻസ്, അതുപോലെ U2 സ്ക്വയർ മൈനസ് U1 സ്ക്വയർ ബൈ 2, ഈ രീതി നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു.
ഇതിനെ നമ്മൾ ഡൈനാമിക് പ്രഷർ ഹെഡ് എന്ന് പറയുന്നു. മറ്റേതിനെ നമ്മൾ എന്ത് ചെയ്ത് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് എന്ന് ജനറലി നമുക്ക് പേര് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഓയിലേഴ്സ് ഹെഡിന്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മറ്റൊരു എക്സ്പ്രഷൻ ഓയിലേഴ്സ് ഹെഡിനുള്ളതെന്ന് പറഞ്ഞാൽ H ഈസ് ഈക്വൽ ടു VW2 U2 മൈനസ് VW1 U1 ഡിവൈഡ് ബൈ G. ഇതിനകത്ത് ഈ VW1 0 ആയതുകൊണ്ട് നമുക്ക് H നെ എങ്ങനെ എടുക്കാം? VW2 U2 ബൈ G എന്ന് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഓയിലേഴ്സ് ഹെഡ് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. വീണ്ടും ഇവിടെ ഒന്നുകൂടി ഇൻലെറ്റ് ട്രയാങ്കിളും ഔട്ട്ലെറ്റ് ട്രയാങ്കിളും വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. തീറ്റ എവിടെയാണ്, ഫൈ എവിടെയാണ്, ആൽഫ 90 ഡിഗ്രിയാണ്, ബീറ്റയുടെ വാല്യൂ എല്ലാം നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഈ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഓയിലേഴ്സ് ഹെഡ്, ഓയിലേഴ്സ് പവർ, ഇംപെല്ലർ പവർ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലകളാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. വളരെ കൃത്യമായിട്ട് തന്നെ ഒന്ന് നോക്കണം. ഒന്നാമത്തെ വെച്ചാൽ പി ഓയിലേഴ്സ് എത്രയാണ്? ഓയിലേഴ്സ് പവർ അല്ലെങ്കിൽ ഇംപെല്ലർ പവർ എന്ന് പറയുമ്പോഴത്തേക്കും പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ബൈ ദ ഇംപെല്ലർ പെർ സെക്കൻഡ് ജൂൾ പെർ സെക്കൻഡ് വാട്ട് ആണ്. അപ്പോൾ വർക്ക് ഡണ് പെർ സെക്കൻഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഹെഡിന്റെ വാല്യൂ നമുക്കറിയാം. ഇംപെല്ലറിന്റെ ഹെഡ്, ഓയിലേഴ്സ് ഹെഡിന്റെ വാല്യൂ അറിയാം. എന്താണ് ഓയിലേഴ്സ് ഹെഡ്? H ഈക്വൽ VW2 U2 ബൈ G. അതിപ്പോൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ഇനി ഓയിലേഴ്സ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും PE ഈസ് ഈക്വൽ ടു എന്താണ്? റോ ജി ക്യു എച്ച്. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇവിടെ റോ ജി ക്യു എച്ച് എന്ന് പറയുമ്പോഴത്തേക്കും HE ആയിട്ട് മാറും. HE എന്ന് പറഞ്ഞാൽ ഓയിലേഴ്സ് ഹെഡ് ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്ന വെച്ചാൽ റോ ജി ക്യു ഇൻറ്റു HEക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റും? VW2 U2 ബൈ G എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. ജിയും ജിയും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ റോ ക്യു ഇൻറ്റു VW2 U2. ഇതാണ് എന്താ വർക്ക് ഡൺ പെർ സെക്കൻഡ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഇതാണ് അവസാനം കണ്ടെത്തേണ്ട കാര്യം. അതിൽ തന്നെ VW2 മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് കണ്ടെത്തണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി ചോദ്യത്തിൽ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും വർക്ക് ഡൺ പെർ യൂണിറ്റ് മാസ് ആണെങ്കിൽ. വർക്ക് ഡൺ പെർ യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ വർക്ക് ഡിവൈഡ് ബൈ പവർ ഡിവൈഡ് ബൈ മാസ് ഫ്ലോ റേറ്റ് റോ ക്യൂ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കാര്യത്തിനോട് ഇപ്പൊ നമ്മൾ എഴുതിയ സംഭവത്തിൽ നിന്ന് എന്താ റോ മാസ് ഫ്ലോ റേറ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് VW2 U2 എന്നുള്ള ഒരു കാര്യം കിട്ടും. ഇത് പരീക്ഷയ്ക്ക് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും അവസാനത്തെ സ്റ്റെപ്പിൽ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും. ഓക്കെ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ആയിട്ട് അല്ലെങ്കിൽ 7 മാർക്കിന് ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. വളരെയധികം ശ്രദ്ധിക്കുക. 4 ടേമുകളാണ് ഇവിടെ വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സക്ഷൻ ഹെഡ്. സക്ഷൻ ഹെഡ് എന്ന് പറഞ്ഞത് ഒക്കെ ഇതാണ് നമ്മുടെ ഐ ഓഫ് ദ ഇംപെല്ലർ. ഇവിടെയാണ് സ്ട്രെയിനർ, ഫൂട്ട് വാൽവ് വെച്ചിട്ടുണ്ട്. അപ്പോ വാട്ടറിന്റെ സർഫസ്, സമ്പിന്റെ വാട്ടർ ലെവലും ഇംപെല്ലർ ഐയും തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് സക്ഷൻ ഹെഡ്. ഇതുപോലെ തന്നെ ഡെലിവറി ഒരു സർഫസിലേക്ക് നമ്മൾ ഓൾറെഡി ടാങ്കിന്റെ കയറ്റി വിടുകയാണ്. ഇതാണ് ഡെലിവറി പൈപ്പ്, ഡെലിവറി വാൽവ്. അങ്ങനെ ഓവർഹെഡ് ടാങ്കിന്റെ വാട്ടറിന്റെ സർഫസ് ലെവലും ഇതേ ഇംപെല്ലറിന്റെ ഐയും തമ്മിലുള്ള ഈ ഹൈറ്റ് ഡിഫറൻസിനെ അല്ലെങ്കിൽ ഈ ഹൈറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്. ഇനി ഈ സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ് ദാറ്റ് ഈസ് HS പ്ലസ് HD ചേർക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സം ഓഫ് ദ സക്ഷൻ ഹെഡ് ആൻഡ് ഡെലിവറി ഹെഡ്. 3 കാര്യങ്ങൾ കവർ ചെയ്തു. സക്ഷൻ ഹെഡ് എന്താണെന്ന് പറഞ്ഞു, ഡെലിവറി ഹെഡ് എന്താണെന്ന് പറഞ്ഞു, ഇവർ രണ്ടുപേരുടെ സമ്മാണ് സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറഞ്ഞു. അടുത്ത് പഠിക്കാനുള്ളത് മാനോമെട്രിക് ഹെഡ്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനോമെട്രിക് ഹെഡ്. നമ്മളൊരു ഓയിലേഴ്സ് ഹെഡ് തൊട്ട് മുമ്പ് പഠിച്ച് നിർത്തിയിരിക്കുകയാണെന്ന് ഓർക്കണം കേട്ടോ. HE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലേഴ്സ് ഹെഡ് തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തി. ഇതുമായിട്ട് കൺഫ്യൂഷൻ വരരുത്. മാനോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് ദ പമ്പ് ഹാസ് ടു വർക്ക്. പമ്പ് യഥാർത്ഥത്തിൽ ഏത് ഹെഡിനനുസരിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ എന്നുള്ളതിന് ഒരു അർത്ഥമുണ്ട്. അതായത് യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ലോസും കൂടി പരിഗണിച്ചതിന് ശേഷം എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ മാനോമെട്രിക് ഹെഡിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ് പ്ലസ് സക്ഷൻ പൈപ്പിനുണ്ടായ ഫ്രിക്ഷൻ ലോസ്, ഡെലിവറി പൈപ്പിലുണ്ടായ ഫ്രിക്ഷൻ ലോസ്, ദെൻ ഡെലിവറി പൈപ്പിലുണ്ടാവുന്ന വെലോസിറ്റി ഹെഡ്. ഇത്രയും കാര്യങ്ങളുടെ സമ്മിനെയാണ് മാനോമെട്രിക് ഹെഡ് എന്ന് ഒരു രീതിയിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പൊ 4 ഹെഡുകളെ കുറിച്ച് പഠിച്ചു. സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ്, മാനോമെട്രിക് ഹെഡ്. ഇനി മാനോമെട്രിക് ഹെഡിനെ വേറെ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും.
ഇറ്റ് ഈസ് എ ടോട്ടൽ ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് ദ പമ്പ് ഹാസ് ടു വർക്ക്. പമ്പ് വർക്ക് ചെയ്യേണ്ട യഥാർത്ഥ ഹെഡ്. ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വൽ ഹെഡ് എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന കാര്യമാണ്. അതായത് HM ഇസിക്കൽ ടു H സ്റ്റാറ്റിക് പ്ലസ് H ലോസ് പ്ലസ് V²/2G. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. സോ ഇതിനെ നമുക്ക് ഫസ്റ്റ് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ HS പ്ലസ് HD പ്ലസ് HFS പ്ലസ് HFD പ്ലസ് VD², ഡെലിവറി പൈപ്പിന്റെ വെലോസിറ്റി ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുകയാണെങ്കിൽ മാനോമെട്രിക് ഹെഡിനെ പറയുന്ന രണ്ടാമത്തെ പേര് എന്ന് വെച്ചാൽ ഓയിലേഴ്സ് ഹെഡ്, അതായത് തിയറിറ്റിക്കൽ ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് ലോസസ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യത്തെ കുറിച്ചാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, മാനോമെട്രിക് ഹെഡിനെ കുറിച്ച് പറയാം. അപ്പോ മാനോമെട്രിക് ഹെഡിന്റെ അടുത്ത എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HE അഥവാ ഓയിലേഴ്സ് ഹെഡിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ലോസസ് കുറയ്ക്കണം. ദാറ്റ് ഈസ് HE മൈനസ് H ലോസസ്. HEയുടെ ഫോർമുല നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്ത് എന്തായിരുന്നു, VW/U2/G മൈനസ് H ലോസസ്, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ മറ്റു കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ മാനോമെട്രിക് ഹെഡിന്റെ രണ്ടാമത്തെ എക്സ്പ്രഷൻ ആയി. ഇനി അടുത്ത പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യമാണ് പമ്പ് ഇൻലെറ്റ് ആൻഡ് പമ്പ് ഔട്ട്ലെറ്റില് രണ്ട് കണ്ടീഷൻ 1ഉം 2ഉം നോക്കുക. പമ്പ് ഇൻലെറ്റിലും പമ്പ് ഔട്ട്ലെറ്റിലും നമ്മൾ രണ്ട് കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷനിലെയും നമ്മൾ എന്ത് ചെയ്തു, ഈ പർട്ടിക്കുലർ കാര്യത്തിന്റെ ഹെഡ്, ടോട്ടൽ ഹെഡ്, രണ്ട് ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും ടോട്ടൽ ഹെഡിന്റെ ഡിഫറൻസ് എടുത്തു. അവിടെ ചെയ്ത കാര്യം ഒന്ന് നോക്കിക്കേ, V2/ρg പ്ലസ് V2²/2G പ്ലസ് 8. ബെർണോളിസ് തിയറത്തിന്റെ രണ്ട് ആപ്ലിക്കേഷൻ. പമ്പിന്റെ ഇൻലെറ്റും പമ്പിന്റെ ഔട്ട്ലെറ്റും തമ്മിലുള്ള ടോട്ടൽ ഹെഡിന്റെ ഡിഫറൻസ് എന്തായിട്ട് നമുക്ക് എടുക്കാം, മാനോമെട്രിക് ഹെഡായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ഇങ്ങനെ 3 രീതിയിൽ ആരെ എക്സ്പ്രസ് ചെയ്യാം, മാനോമെട്രിക് ഹെഡിനെ എക്സ്പ്രസ് ചെയ്യാം. അത് കൺഫ്യൂഷൻ വരരുത്. എന്താണ് മാനോമെട്രിക് ഹെഡ്, എന്തായാലും ഓയിലേഴ്സ് ഹെഡ്, ഇത് തമ്മിൽ നമ്മൾ തിരിഞ്ഞു പോകരുത്. ഓയിലേഴ്സ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇമ്പല്ലർ കറങ്ങുമ്പോൾ ഇമ്പല്ലർ എത്ര പവറാണ് വാട്ടറിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി മാനോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പമ്പിന് എത്ര ഹെഡാണ് ലഭിക്കുന്നത്, അതായത് ഫ്രിക്ഷൻ കൂടി പരിഗണിച്ചു. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. മാനോമെട്രിക് ഹെഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലേഴ്സ് ഹെഡിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ലോസസ് ഡ്യൂ ടു ഇമ്പല്ലറിന്റെയും കേസിനും കാരണമുള്ള ലോസസ് കുറച്ചതിന് ശേഷമുള്ള കാര്യമാണ് മാനോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എഫിഷ്യൻസീസ് എന്ന് പറഞ്ഞാൽ 3 എഫിഷ്യൻസീസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഇതാണ് ഷാഫ്റ്റ് ഇല്ലേ. ഈ ഷാഫ്റ്റ് ആരാണ് കറക്കുന്നത്, ഇലക്ട്രിസിറ്റി വെച്ചിട്ടാണ് കറക്കുന്നത്. ഈ ഇലക്ട്രിസിറ്റി വെച്ച് കറക്കുന്നത് വഴി ഷാഫ്റ്റിന്റെ എനർജി ആര് ഇറങ്ങും, ഇവിടെ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. ഇമ്പല്ലർ വെള്ളത്തിനെ റൊട്ടേറ്റ് ചെയ്യും. ആ വെള്ളം ഒരു താഴ്ന്ന ഒരു നിലയിൽ നിന്ന് 3 എന്ന് പറഞ്ഞ വേറൊരു ഹെഡിലേക്ക് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇത് വളരെ അടുക്കി ചിട്ടയോടുകൂടി പഠിക്കണം. ടർബൈൻ്റെ കാര്യമായിട്ട് കമ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ 3 സ്റ്റേജ് ആയിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിനെ നമുക്ക് തിരിക്കാം. സ്റ്റേജ് 1 എന്ന് പറയുകയാണെങ്കിൽ ഷാഫ്റ്റ് പവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇലക്ട്രിക് എനർജി വല്ലതും കൊടുക്കുന്നത്. ഇനി ഷാഫ്റ്റ് പവർ, ഈ ഷാഫ്റ്റ് പവർ വഴിയായിട്ട് ആരെ കറക്കും, ഇമ്പല്ലറിനെ കറക്കും. അപ്പൊ ഇമ്പല്ലറിൽ എന്തുണ്ടാവും, ρg QH എന്ന് പറയുന്ന ഇമ്പല്ലർ പവർ. അതൊക്കെ നമ്മൾ HE എന്ന് പറഞ്ഞ ഓയിലേഴ്സ് ഹെഡ് എന്ന് പറഞ്ഞ അത്രയും ഒരു പവർ ആര് കൊടുക്കും, ഷാഫ്റ്റ് പവറിൽ നിന്ന് ഇമ്പല്ലറിലേക്ക് ട്രാവൽ ചെയ്യും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഇമ്പല്ലർ എന്ത് ചെയ്യും, ഇമ്പല്ലർ വെച്ച് കറക്കി വെള്ളത്തെ അടുത്ത ഒരു ഹെഡിലേക്ക് ലെവലിലേക്ക് എത്തും. ആ വെള്ളത്തെ മുകളിലേക്ക് എത്തിക്കുമ്പോൾ ഉള്ള കാര്യം ശ്രദ്ധിക്കുക. അതിനെയാണ് മാനോമെട്രിക് ഹെഡാണ്. HM വെച്ച് ρg QHM ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് എത്തിക്കുന്നത്. അതേസമയം ഇമ്പല്ലർ വാട്ടറിലേക്ക് ഉണ്ടാക്കുന്ന പവർ ρg QHE ആണ്. ഈ മാനോമെട്രിക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ρg QHM ആണ്. HM എന്ന് പറയുമ്പോഴത്തേക്കും മാനോമെട്രിക് ഹെഡാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടുക്കി ഒന്ന് പഠിച്ച്, മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. എന്തൊക്കെയാണ് ഔട്ട്പുട്ട്, ഇമ്പല്ലർ പവർ, ഷാഫ്റ്റ് പവറിൽ നിന്ന് ഇമ്പല്ലർ പവർ കിട്ടി. ഫ്ലോ ഡയറക്ഷൻ പോകുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. ഷാഫ്റ്റ് പവറിൽ നിന്ന് ഇമ്പല്ലർ പവർ കിട്ടി. ദാറ്റ് ഈസ് പി ഷാഫ്റ്റ്
പി ഓയിലർ പവർ ഡിവൈഡ് ബൈ പി ഷാഫ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് പി ഓയിലേഴ്സ് എന്ന് പറയുമ്പോൾ റോ ജി ക്യു എച്ച് എച്ച് എന്ന് പറഞ്ഞ വി ഡബ്ല്യു ടി ജി. അതുപോലെ തന്നെ മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭിച്ച ഇമ്പല്ലർ പവറിൽ നിന്ന് എത്രത്തോളം മാനോമെട്രിക് പവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പൊ അവർ തമ്മിലുള്ള റേഷ്യോ ആണ് മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ എന്താ കിട്ടേണ്ടത്? മാനോമെട്രിക് പവർ കിട്ടണം. അത് എവിടെ നിന്ന് തുടങ്ങിയത്? ഷാഫ്റ്റ് പവറിൽ നിന്ന് കിട്ടി. ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതൊന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് എഴുതി നോക്കാം. ആദ്യം എന്താണ്? ഷാഫ്റ്റ് പവർ ഉണ്ടായിരുന്നു ഇല്ലേ? ഈ ഷാഫ്റ്റ് പവറിനെ കാരണം നമ്മൾ എവിടെ ഇമ്പല്ലറിലെ കറക്കി, അങ്ങനെ ഇമ്പല്ലറിന്റെ പവർ കിട്ടി. ഈ ഇമ്പല്ലർ പവർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ചാർജ് നടത്തി മാനോമെട്രിക് ഹെഡ് ഒക്കെ ഉണ്ടാക്കി. മാനോമെട്രിക് പവർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, മാനോമെട്രിക് പവർ എന്നുള്ള രീതിയിൽ എടുത്തു. അപ്പോ ഇനി അടുത്ത് വേറെങ്കിൽ നമുക്ക് എഴുതാം. ഷാഫ്റ്റ് പവർ ഇമ്പല്ലർ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സ്ഥലത്തെയാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ മെക്കാനിക്കൽ. അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ശരിക്ക് പഠിക്കുക, ഇത് അങ്ങോട്ട് മാറിപ്പോരുത്. എന്തായിരുന്നു ഇൻപുട്ട്? ഷാഫ്റ്റ് പവർ കൊടുത്തു, ഇലക്ട്രിസിറ്റി അടിച്ച ആ ഷാഫ്റ്റ് പവറിൽ നിന്ന് എത്ര ഇമ്പല്ലർ പവർ ഉണ്ടായി? ഇമ്പല്ലർ പവർ ഉണ്ടായി. എന്താണ് ഇമ്പല്ലർ പവർ? റോ ജി ക്യു എച്ച് ഇ, ഓയിലേഴ്സ് ഹെഡ് വെച്ചിട്ടുള്ള ഇമ്പല്ലർ പവർ ഡിവൈഡ് ബൈ ഷാഫ്റ്റ് പവർ. ഇവിടെ എച്ച് ഇ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? വി ഡബ്ല്യു ടു യു ടു ഡിവൈഡ് ബൈ ജി എന്നുള്ള കാര്യം. ഇനി ഈ ലഭിച്ച ഇമ്പല്ലർ പവർ ഉപയോഗിച്ച് വെള്ളത്തെ എങ്ങോട്ടേക്കാണോ, ഏത് ലെവലിലേക്കാണോ ലിഫ്റ്റ് ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് ലിഫ്റ്റ് ചെയ്ത എഫിഷ്യൻസിയാണ് മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈറ്റ മാനോമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് എന്താണ്? നമുക്ക് മാനോമെട്രിക് പവർ കിട്ടണം. എന്താണ് ഇൻപുട്ട് കൊടുത്തത്? ഇമ്പല്ലർ പവർ. മാനോമെട്രിക് പവർ എന്താണ്? റോ ജി ക്യു എച്ച് എം ഡിവൈഡ് ബൈ റോ ജി ക്യു എച്ച് ഇ. ഇതാണ് ഇവരുടെ തമ്മിലുള്ള മാനോമെട്രിക്കിന്റെ എഫിഷ്യൻസി. ഇനി എഫിഷ്യൻസി ഓവറോൾ എന്ന് പറയുകയാണെങ്കിൽ, ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫ്റ്റ് പവറിൽ നിന്ന് നേരിട്ട് മാനോമെട്രിക് പവറിലേക്ക് എത്തി. ഇവിടെയാണ് ഓവറോൾ എഫിഷ്യൻസി വരുന്നത്. ഫോർമുല എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. എന്താണ് ഔട്ട്പുട്ട്? മാനോമെട്രിക് പി എന്ന് എഴുതാണ്. മാനോമെട്രിക് പവർ കിട്ടി. ആര് കാരണം? ഷാഫ്റ്റ് പവർ കാരണം. അപ്പോൾ മാനോമെട്രിക്കിന്റെ പവറിന്റെ ഫോർമുല എന്താ? റോ ജി ക്യു എച്ച് എം ഡിവൈഡഡ് ബൈ ഷാഫ്റ്റ് പവർ ചെയ്താൽ മതി. ഇവര് തമ്മിൽ ഈ രീതിയിലാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോ മാർക്ക് പോകേണ്ടത് ഈ ഒരു കാര്യമാണ്. ഇതാണ് പമ്പിന്റെ കാര്യത്തിൽ. അതേ സമയത്ത് ഇപ്പൊ തന്നെ ഒരു കാര്യം ഡയറക്റ്റ് ഒന്ന് പഠിച്ചു പോകണം. ടർബൈന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ടർബൈന്റെ കാര്യത്തില് ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം വാട്ടർ പവർ ഉണ്ടായിരുന്നു. വാട്ടർ പവർ നേരെ വന്നു റണ്ണർ പവറിലേക്ക് വന്നു. റണ്ണർ പവറിൽ നേരെ വന്നു അത് നമുക്ക് ഷാഫ്റ്റ് പവർ കിട്ടി. ഓക്കെ, ഇതായിരുന്നു നമുക്ക് കാര്യം. ഇനി അടുത്ത ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനമായിരുന്നു. ആരൊക്കെ തമ്മില്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ഹൈഡ്രോളിക് എഫിഷ്യൻസി എച്ച്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ആയിട്ടുള്ള റണ്ണർ പവർ ഡിവൈഡഡ് ബൈ വാട്ടർ പവർ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റണ്ണറിൽ നിന്ന് ഷാഫ്റ്റിലേക്ക് എത്തുമ്പോഴാണ് മെക്കാനിക്കൽ ലോസസ് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് മെക്കാനിക്കൽ എഫിഷ്യൻസി. ദാറ്റ് ഈസ് ഷാഫ്റ്റ് പവർ ഔട്ട്പുട്ട് കിട്ടി. ആരിൽ നിന്ന്? റണ്ണർ പവറിൽ നിന്ന്. ഇനി ഓവറോൾ എഫിഷ്യൻസി കിട്ടി. അതെങ്ങനെയായിരുന്നു? വാട്ടർ പവറിൽ നിന്ന് ഒറ്റയടിക്ക് ഷാഫ്റ്റ് പവറിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഷാഫ്റ്റ് പവർ ഡിവൈഡഡ് ബൈ വാട്ടർ പവർ. ഇതായിരുന്നു ആരുടേത്? ടർബൈന്റെ 3 എഫിഷ്യൻസി. അതേസമയം പമ്പിന്റെ എഫിഷ്യൻസി വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റമുണ്ട്. ഇവിടെ ഷാഫ്റ്റ് പവർ അടിയിൽ വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഷാഫ്റ്റ് പവർ എപ്പോഴും മുകളിലല്ലേ, ഇപ്പുറത്ത് അങ്ങനെയല്ലേ എന്ന് ചിന്തിക്കും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫ്ലോ ആണ്. പമ്പിന്റെ ഷാഫ്റ്റ് പവറിൽ നിന്ന്
ഇംപെല്ലർ പവറിലേക്കും ഇംപെല്ലർ പവറിൽ നിന്ന് മാനോമെട്രിക് പവറിലേക്കും വരുന്നു. ഇവിടെ വാട്ടർ പവറിൽ നിന്ന് റണ്ണർ പവറിൽ നിന്ന് ഷാഫ്റ്റ് പവറിലേക്കും വരുന്നു. ഈ എഫിഷ്യൻസിയുടെ ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് പ്രോബ്ലംസും ചെയ്യാനായിട്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, വെലോസിറ്റി ട്രയാങ്കിൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്തു. ഓയിലേഴ്സ് ഹെഡിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഓയിലേഴ്സ് പവറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ്, മാനോമെട്രിക് ഹെഡ്. മാനോമെട്രിക് ഹെഡ് 3 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേരിയസ് എഫിഷ്യൻസി ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. എഫിഷ്യൻസി ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പും അതുപോലെ തന്നെ ടർബൈനെ നമ്മൾ ഒരിക്കൽ കൂടി ഡിസ്കസ് ചെയ്തു. പലതവണയായിട്ട് പരീക്ഷയ്ക്ക് വേരിയസ് എഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫോർമുല കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത നമുക്ക് സ്പെസിഫിക് സ്പീഡാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.